പരിശുദ്ധ റമദാൻ കഴിഞ്ഞു. ശരിക്കും ഒരു നോമ്പ് കഴിഞ്ഞാലേ എല്ലാവരും നല്ല ആരോഗ്യവാന്മാരും ആരോഗ്യവതികളൊക്കെ ആകണം. പക്ഷേ പല ആളുകളും കൊളസ്ട്രോൾ രോഗികളും മറ്റു പല രോഗമുള്ള ആളുകളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം നമ്മൾ പിടിച്ചത് യഥാർത്ഥ നോമ്പൊന്നുമല്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇരിക്കട്ടെ, ആ കോലത്തിൽ ജീവിച്ചാൽ നമ്മുടെ ജീവിതം ആകെ താറുമാറാകും. ആരോഗ്യമുള്ള വിശ്വാസിയെയാണ് ആരോഗ്യമില്ലാത്തവനേക്കാൾ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമെന്നല്ലേ. ആരോഗ്യം ഉണ്ടാകാൻ, നല്ല ഭംഗി ഉണ്ടാകാൻ സയ്യിദുന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ 10 ടിപ്സ് ഞാൻ പറഞ്ഞു തരട്ടെ. അലിയാർ തങ്ങളുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൻ്റെ 10 ടിപ്സ് ഇത് കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്താൽ നല്ല ഭംഗിയുള്ളവരാകും, നല്ല അഴകുള്ളവരാകും, നല്ല ആരോഗ്യമുള്ളവരാകും. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കുമാറാകട്ടെ. 30,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ റമദാൻ മുഴുവൻ ഇങ്ങനെ ഒരു ക്വിസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉസ്താദെ റമദാൻ കഴിഞ്ഞ ഉടനെ സമ്മാനം എന്ന് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ, അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ആ കൃത്യമായി ചോദ്യങ്ങൾ കമൻറ്റ് ചെയ്ത ആളുകളെ മുഴുവൻ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചയെങ്കിലും അതൊന്ന് ക്ലിയർ ആകാനായിട്ട് സമയം വേണം. നമ്മുടെ അഡ്മിൻസ് അതിൻ്റെ പിറകെയാണ്. അപ്പോൾ ആ സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അതും കൂടെ നമുക്ക് ചോദ്യം ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അതിൽ നിന്നും പ്രോത്സാഹന സമ്മാനം നമുക്ക് ഇൻഷാ അല്ലാഹ് നൽകണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ റമദാൻ വിട പറഞ്ഞു. വല്ലാത്ത വേദന മനസ്സിലുണ്ട് അല്ലേ? അല്ലാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ റമദാൻ അനുകൂലമായ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചോനെ, ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കല്ലേ അല്ലാ. റമദാൻ കഴിഞ്ഞാലും നിങ്ങളൊക്കെ സ്വബാഹുൽ ഖൈറിൻ്റെ കൂടെ ഉണ്ടാകണം കേട്ടോ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കിത്തരുമാറാകട്ടെ. എല്ലാ ദിവസവും മനസ്സറിഞ്ഞ് ഹംദ് പറയുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിലുടനീളം അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോഴേ റമദാൻ കഴിഞ്ഞപ്പോഴത്തേക്കും പല ആളുകളും രോഗികളായില്ലേ? കൊളസ്ട്രോൾ കൊണ്ട് മറ്റു പലതും കൊണ്ടൊക്കെ ഇടങ്ങേറായിട്ടുണ്ട്. ഇനി റമദാനിൽ കൃത്യമായി നോമ്പെടുത്ത ആളുകളാണെങ്കിൽ പോലും മുൻപുണ്ടായിരുന്ന രോഗങ്ങളൊക്കെ ഇങ്ങനെ തെട്ടിക്കേറി വരുന്നുണ്ട് ഇല്ലേ? ഓരോരോ ബുദ്ധിമുട്ടുകളായിട്ട് ഇങ്ങനെ ഉണ്ട്. നല്ല ഭംഗിയും നല്ല ആരോഗ്യവും ആഗ്രഹിക്കാത്ത ആരാളുള്ളത് അല്ലേ? സയ്യിദുന അലി റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ പ്രിയപ്പെട്ട മരുമകനാണ് അല്ലേ? ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട ഇണയാണ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. ആരാണ് അലിയാർ? ആരാണ്? അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ. ഞാൻ അറിവിൻ്റെ പട്ടണമാണെങ്കിൽ അലിയാർ ആ പട്ടണത്തിലേക്കുള്ള കവാടമാണ്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ അലിയാരിലൂടെ വേണം കടക്കാൻ. അലിയാരെ പ്രണയിക്കാതെ, അലിയാരെ സ്നേഹിക്കാതെ, അലിയാർ തങ്ങളെ മഹബത്ത് വെക്കാതെ മുത്തുനബിയെ നമുക്ക് കിട്ടില്ല. മുത്തുനബിയിലൂടെ അല്ലാതെ അള്ളാനെ നമുക്ക് കിട്ടില്ല. സയ്യിദുന അലി റളിയല്ലാഹു അൻഹു നല്ല ശക്തനായിരുന്നു, ഭയങ്കര ശക്തി ഉണ്ടായിരുന്നു. അവിടുത്തെ പരിചയം നഷ്ടപ്പെട്ട സമയത്ത് ഖൈബറിൻ്റെ കോട്ട 100 മനുഷ്യന്മാർ ചേർന്ന് പൊക്കിയാൽ പൊങ്ങാത്ത സാധനം ഒറ്റ കൈകൊണ്ട് പൊക്കിയെടുത്ത് യുദ്ധം ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയാൻ പാടില്ല. അല്ലാഹു അക്ബർ, വിനയാന്വിതനാണ്. അത് അവിടുത്തെ കറാമത്തും കൂടെ ആയിരുന്നു കേട്ടോ. അത്രമേൽ വലിയ ശക്തനും കൂടെയാണ് സയ്യിദുന അലി ബിൻ അബി ത്വാലിബ്. ആ അലിയാർ തങ്ങൾ ജീവിതത്തിൽ പാലിച്ചിരുന്ന ചില കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും, നല്ല ഗ്ലാമറസ് ആകും. അതോടൊപ്പം നല്ല ആരോഗ്യവും ഉള്ള ആളുകളായിട്ട് നമ്മൾ മാറും. ഏതായാലും പല ആളുകളും പരിശുദ്ധ ശവ്വാലിലെ 6 നോമ്പ് പിടിച്ചിട്ടുണ്ട്. പിടിക്കാൻ പറ്റാത്തവർ പിന്നീടാണെങ്കിലും അത് പിടിച്ചു വീട്ടണം. ശവ്വാൽ തീരുന്നതിന് മുമ്പ് തന്നെ പിടിച്ചു വീട്ടണം എന്നുണർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. 10 ടിപ്സ് ഏതൊക്കെയാണെന്നൊന്ന് പഠിച്ചാലോ? മുമ്പ് നമ്മളിതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഇത് ലൈഫിൽ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടെ മനസ്സറിഞ്ഞ് നമുക്കൊന്ന് കേൾക്കാം. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ മനിബ്തദഅഹു ബിൽ മിൽഹി അദ്ഹബല്ലാഹു അൻഹു 70 നൗഅൻ മിനൽ ബലാഅ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഉപ്പ് കൊണ്ട് തുടങ്ങിയാൽ, അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അല്പം ഉപ്പ് വെറുതെ അല്പം മതി കഴിച്ചു കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ 70 രോഗങ്ങളിൽ നിന്ന്, 70 വൻ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാവൽ തരുമെന്ന് സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. എന്നാലോചിച്ച് നോക്കിയേ, ഉപ്പിങ്ങനെ വാരിക്കഴിച്ച രോഗിയാവില്ല എന്നാണ്. അങ്ങനെ വാരിക്കഴിക്കാനല്ല പറഞ്ഞത്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരല്പം ഉപ്പ് നമ്മൾ നാക്കിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അൽഹംദുലില്ലാ ഇല്ലേ, നമ്മുടെ ടേസ്റ്റ് ബഡ്സൊക്കെ ഒന്ന് ഉണരും. നമുക്കത് ദഹനം എളുപ്പമാക്കും.
ഇത് വെറുമൊരു വാക്കല്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പ് കൊണ്ട് തുടങ്ങണേ. അപ്പോൾ അത് സുന്നത്തു റസൂലില്ല സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നബി തങ്ങൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയോ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അവിടെ നിന്ന് എന്ത് വഴിഞ്ഞാലും അള്ളാഹിൻ്റെ വഹയാണ് എന്ന് പറഞ്ഞ് ഉപ്പ് വാരിത്തിന്നണം എന്നല്ല, അപ്പോൾ വേറെ രോഗം വരും ഇല്ലേ. അധികമായാൽ അമൃതും വിഷമാണെന്നാണ്. അല്പം ഉപ്പ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ രോഗത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് ഈ വയറാണ്. വയറ് മോശമായി കഴിഞ്ഞാൽ എല്ലാം മോശമാവും. മനസ്സിലാവുന്നുണ്ടോ? വയറ് ക്ലീൻ ആയിരിക്കണം. അപ്പോൾ വയറിൽ ദഹനം എളുപ്പമാകാനും അതുപോലെ തന്നെ വയറിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കാനും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളില്ലാതാകാനും കൃത്യമായി കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ആവാനും ഒക്കെ എന്ത് ചെയ്യണം? ഉപ്പ് ഒന്ന് തൊടുക. ശേഷം ഭക്ഷണത്തിന് ശേഷവും അല്പം ഉപ്പ് കഴിക്കൽ വളരെ സുന്നത്താണ്. അപ്പോൾ ഈ കാര്യമാണ് ഒന്നാമത്തേത്, ഉപ്പ് കൊണ്ട് തുടങ്ങുക. രണ്ടാമത്തേത് വമൻ അക്കല ഫി യൗമിൻ സബ്അ തമറാത്തിൻ അജ്വ. സബ്അ തമറാത്തി അജ്വ. ഒരാൾ എല്ലാ ദിവസവും 7 അജ്വ ഈത്തപ്പഴം കഴിച്ചാൽ സുബ്ഹാനല്ലാഹ്, അയാൾക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകുമെന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ആരെങ്കിലും അജ്വ ദിനേന 7 കഴിക്കുകയാണെങ്കിൽ അവന് സിഹർ ഫലിക്കില്ല, വിഷമേൽക്കില്ല എന്ന് പോലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫുഡ് പോയിസണൊക്കെ ഏൽക്കാതിരിക്കാൻ, ഭക്ഷണത്തിൽ നിന്നുള്ള ഫുഡ് പോയിസണുകളൊക്കെ ഏൽക്കാതിരിക്കാനായിട്ട് അജ്വ ഈത്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നാടായ മദീനയെ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന മനോഹരമായ ഈന്തപ്പഴമാണ് അജ്വ എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളത്, ഇച്ചിരി റേറ്റ് കൂടുതലാണ്, എന്നാൽ പോലും വാങ്ങി വെച്ചാൽ നഷ്ടമല്ല. അള്ളാഹു അത് വാങ്ങിക്കാൻ തൗഫീഖ് നൽകട്ടെ. പല ആളുകൾക്ക് ആഗ്രഹമുണ്ട്, കയ്യിൽ പൈസ ഇല്ലല്ലോ ഉസ്താദി എന്ന് പറയുന്നവരാണ്. മുമ്പൊരിക്കലും നമ്മളിതുപോലെ അജ്വ ഈത്തപ്പഴം വാങ്ങിയിട്ട് ഒരു സഹോദരന് സമ്മാനമായിട്ട് അയച്ചിരുന്നു അല്ലേ, ഉത്തരം കമൻറ്റ് ചെയ്തതിൻ്റെ പേരിൽ. ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ മുത്തുനബി അത് പഠിപ്പിച്ചതിൻ്റെ പേരിൽ അത് സുന്നത്തും കൂടെയാണ്. അപ്പോൾ ഡെയിലി 7 അജ്വ ഈത്തപ്പഴം കഴിക്കുന്ന മനുഷ്യന് സിഹറേക്കൂല എന്നാണ് മുത്തുനബി പറയണത്. അപ്പോൾ അതിൻ്റെ ബർക്കത്ത് എത്രയാണ്? മാത്രമല്ല അന്നത്തെ ദിവസം വിഷം ഏൽക്കൂല എന്നാണ്. അപ്പോൾ ഫുഡ് പോയിസണുകളിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാൻ മുത്തുനബിയുടെ സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ 7 കഴിച്ചോ. അലിയാർ തങ്ങൾ പഠിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമത്തേത് വമൻ അക്കല കുല്ല യൗമിൻ 21 സബീബത്തൻ ഹംറ. നല്ല ഉണങ്ങിയ മുന്തിരി ഉണ്ടല്ലോ, അതിൽ റെഡ് കളർ ഉണ്ടാവും, റെഡ് ഓറഞ്ച് കളർ വട്ടവഴ. അപ്പോൾ ഈ ചുവന്ന മുന്തിരി ഉണങ്ങിയത് അത് എന്ത് ചെയ്യണം? 21 ഡെയിലി കഴിക്കണം. ഏറ്റവും നല്ലത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അങ്ങനെ കഴിക്കലാണ്. അങ്ങനെ പറ്റുന്നില്ല, അല്ലെങ്കിൽ അല്ലാതെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ല രൂപം അത് തന്നെയാണ്. എന്ത് സംഭവിക്കും? ലം യറ ഫി ജസദിഹി ഷൈഅൻ യക്റഹു. നിങ്ങൾ വെറുക്കുന്നൊരു സംഗതിയും നിങ്ങളുടെ ശരീരത്തിലുണ്ടാവില്ല. മുഖക്കുരു വന്നു, അവിടെ പാട് വന്നു, ഇവിടെ പാട് വന്നു, ഇവിടെ നിറം വന്നു, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ ഒരുപാട് വേണ്ടാത്ത ക്രീമുകളൊക്കെ വാരി തേച്ച് എന്ത് സംഭവിക്കും? കിഡ്നി വരെ അടിച്ചു പോകും. പക്ഷേ മുഖത്ത് ക്രീം വെച്ചാൽ കിഡ്നി അടിച്ചു പോകണം എങ്ങനെ? അതിന് കാരണമുണ്ട്. പല ക്രീമുകളിലും മെർക്കുറി അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ മുഖത്തൊക്കെ ചില ഒരു അരിപ്പ പോലുള്ള പാടകളൊക്കെ ഉണ്ട്. ഈ മെർക്കുറി നമ്മൾ നിരന്തരം ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ തുളച്ചിട്ട് ഈ വിഷാംശമൊക്കെ അകത്തേക്ക് പോകും, ഈ മെർക്കുറിയൊക്കെ അകത്തേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യും? അത് നമ്മുടെ ശരീരത്തിൽ പലയിടങ്ങളിലേക്കും കടന്നു ചെല്ലും. കിഡ്നിയെ തകർക്കും, ലങ്സിനെ തകർക്കും, അങ്ങനെ മാരക രോഗങ്ങൾക്ക് പോലും കാരണമാവും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലോ. 21 ചുവന്ന ഉണങ്ങിയ മുന്തിരി ഡെയിലി കഴിക്കാൻ നമുക്ക് എന്താ പ്രയാസം ഇല്ലേ? നല്ല ഭംഗി ഉണ്ടാകാൻ കാരണമാവുന്നേ. ഭംഗി എന്ന് പറഞ്ഞാൽ വെളുപ്പും കറുപ്പൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും മനസ്സിലാക്കരുത്. ഞാൻ ചില വല്യമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവക്കടെ പുള്ളൊക്കെ നിറം കുറവാണ്. നിറം കുറവാണ്. ഞാൻ പറയണില്ല. ഈ നിറം എന്ന് പറഞ്ഞാൽ വെളുപ്പ് മാത്രമേ ഉള്ളൂ, കറുത്തത് നിറം തന്നെയായിട്ട് ഇവർ കൂട്ടിയിട്ടില്ലാല്ലേ. പുള്ളൊക്കെ നിറം കുറഞ്ഞു പോയല്ലടി, ഒരറ്റ അടി കൊടുക്കണം. വല്യമ്മമാർ ഇറങ്ങിയിരിക്കണം നിറം കുറഞ്ഞു, നിറം കൂടുതലും. മാതല്ലാ, കറുത്താലും വെളുത്താലും ഉള്ളു വെളുത്തിരിക്കണം. ഉള്ളു വെളുക്കാതെ എന്ത് വെളുത്തിട്ടും കാര്യമില്ല. മനസ്സിലായോ? ഉള്ളു വെളുക്കണം, അതിലാണ് മെയിൻ കാര്യം കിടക്കുന്നത്. അപ്പോൾ ഡെയിലി 21 ഉണങ്ങിയ മുന്തിരി കഴിക്കുക. അത് ക്യാൻ ഹെൽപ്പ് വിത്ത് ഹെൽത്തി വെയിറ്റ് ഗെയിൻ. നല്ല ഇച്ചിരി പുഷ്ടി വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും അത് ഗുണമാണെന്നാണ്. ഹെൽത്തി ആയിട്ട് ഇച്ചിരി തടിയൊക്കെ വെക്കും. ചില ആളുകൾ ആകെ ഉണങ്ങിപ്പോവും. ഒരുപാട് തടിയൊന്നും വേണ്ട കേട്ടോ, ഒരുപാട് തടിയൊന്നും വേണ്ട, ആവശ്യത്തിന് മതി. പക്ഷേ ചില ആളുകൾ വല്ലാതെ ഉണങ്ങിയിരിക്കുന്നത് കാണാം. ഒരു 21 ഉണങ്ങിയ മുന്തിരി ഡെയിലി കഴിച്ചോട്ടെ, ചുവന്ന ഉണങ്ങിയ മുന്തിരി. അപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിന് അത് കാരണമായി തീരും എന്നുള്ളതാണ്. നാലാമത്തേത് വല്ലഹ്മു യുംബിത്തുൽ ലഹ്മ. ഇറച്ചിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം. അത് ശരീരത്തിൻ്റെ എല്ലുകൾക്ക് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ നല്ല ശക്തി വെക്കാൻ, നല്ല പുഷ്ടി വെക്കാനൊക്കെ കാരണമാണ് അല്ലേ, ആരോഗ്യത്തിന് കാരണമാണ്. എന്നും കഴിക്കാൻ പാടില്ല. എല്ലാ ദിവസവും റമദാനിൽ ഇറച്ചി കഴിക്കണവരുണ്ട്. റമദാൻ കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഹൃദയം കടുത്തുപോകും. ദിനേനെ ഇറച്ചി കഴിക്കുന്നവരുടെ ഹൃദയം കടുത്തുപോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇറച്ചി കഴിക്കുന്നത് നല്ലതാട്ടോ, ഇറച്ചി മോശമൊന്നുമല്ല. ഈ ഇറച്ചിയും കാർബോഹൈഡ്രേറ്റും കൂടെ ചേരുമ്പോഴാണ് മോശം കൊളസ്ട്രോൾ ആകുന്നത്. ഇറച്ചിയും ചോറും കൂടെ ചേർന്ന അപകടമാണ് അല്ലേ. ബീഫും
പത്തിരി കൂടെ ചേർന്നാൽ അപകടമാണ്. കാരണം ഇത് കാർബോഹൈഡ്രേറ്റായി കൂടെ ചേരുമ്പോഴത്തേക്കും അത് ചീത്ത കൊളസ്ട്രോളായിട്ട് മാറാണ്. ഇറച്ചി വെറുതെ കഴിച്ചെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ആയിക്കോട്ടെ, വല്ലപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല. നിരന്തരം ഇറച്ചിയുമ്പോൾ പിടിച്ച അപകടമാണ്. ഇടയ്ക്കിടെ കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ആരോഗ്യമുണ്ടാകാൻ കാരണമാണ്. അഞ്ചാമത്തേത് ലഹ്മുൽ ബഖരി ദാഉൻ വലബനുഹ ശിഫാഉൻ വസമനുഹ ദവാഉൻ. ഈ പശുവിൻ്റെ ഇറച്ചി അത് രോഗം ഉണ്ടാക്കും സ്ഥിരമായിട്ട് കഴിച്ചാൽ. നമ്മളങ്ങനെ പശുവിൻ്റെ ഇറച്ചി താല്പര്യപ്പെടുന്ന ആളുകളല്ല. പശുവിറച്ചി കഴിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ ബഹളം ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പശുവിൻ്റെ ഇറച്ചി പതിവായി കഴിച്ചാൽ രോഗങ്ങളുണ്ടാക്കും. പക്ഷേ വലബനുഹ ശിഫ, അതിൻ്റെ പാലിൽ ശിഫയുണ്ട്. പശുവിൻ്റെ പാല് വളരെ നല്ല പാലാട്ടോ. നല്ല പശുവിൻ പാല് കിട്ടിയാൽ കുടിക്കണം. ഈ പാക്കറ്റ് പാലൊക്കെ വാങ്ങുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അല്ലേ? പശുവിൻ പാല് കിട്ടി നല്ല തിളപ്പിച്ച് കുടിച്ചാൽ മനോഹരമാണ്. അതിൽ ശിഫയുണ്ടെന്നാണ്. വസമനുഹ ദവാ, അതിൻ്റെ നെയ്യുണ്ടല്ലോ, പശുവിൻ നെയ്യ്, മായൊന്നും കലർത്താത്ത നല്ല പശുവിൻ്റെ നെയ്യ് എന്ന് പറയുന്നത് രോഗങ്ങൾക്ക് മരുന്നുമാണെന്ന് സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ സൂക്ഷിക്കുക. ആറാമത്തേത് ഡെലിവറിയൊക്കെ കഴിയുന്ന സഹോദരിമാരുണ്ട്, അവർ നന്നായിട്ട് ഈന്തപ്പഴം കഴിക്കുക എന്നുള്ളതാണ്. ഈന്തപ്പഴം കഴിച്ചാൽ നിങ്ങളുടെ രക്തക്കുറവ്, ക്ഷീണമൊക്കെ മാറും. ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പലരും പറയുന്നുണ്ട്, നിങ്ങൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈന്തപ്പഴം കഴിക്കാമെന്നാണ്, കുഞ്ഞിന് ഗുണമാണെന്നാണ്. നമുക്ക് കുറേ തെറ്റിദ്ധാരണയുണ്ട്, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈന്തപ്പഴം കഴിച്ചാൽ കുഞ്ഞ് അബോട്ടായി പോകുന്നതാണ്. ഇതൊക്കെ വേറെ അന്ധവിശ്വാസങ്ങളാണ്. അതങ്ങനെ ഡോക്ടേഴ്സിനോടൊന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിനോട് ഓപ്പണായിട്ട് ചോദിക്കണം, ഇത് കഴിക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ? ഓപ്പണായിട്ട് ചോദിച്ചോ. അവർ കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, അവർ കഴിച്ചോളാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതിന് ടെൻഷൻ അടിക്കണത്. ഈന്തപ്പഴം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രക്ടോസും ഒരുപാട് സംഗതികളൊക്കെ അടങ്ങിയിട്ടുള്ള മനോഹരമായ പഴമല്ലേ, ഒരുപാട് ഗുണമുണ്ട് അതിൽ. അപ്പോൾ നിങ്ങളുടെ ഒരു ശരീരം തളർച്ചയിലേക്ക് പോകുന്നതിനെ തൊട്ട് രക്തക്കുറവ് ബാധിക്കുന്നതിനെ തൊട്ടൊക്കെ വളരെ അധികം ഉപകാരം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത്. കഴിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഏഴാമത്തേത് വഖിറാഅത്തുൽ ഖുർആനി വസ്സിവാഖു യുദ്ഹിബാനിൽ ബൽഗമ. നല്ല കഫക്കെട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പല്ല് തേക്കുക, ഇടയ്ക്കിടയ്ക്ക് ഖുർആൻ ഓതുക. സയ്യിദുന അലി റളിയല്ലാഹു അൻഹു കഫക്കെട്ട് വരുമ്പോൾ തന്നെ ആൻറ്റിബയോട്ടിക് വാങ്ങി കഴിച്ച് ഉള്ള ശരീരത്തിൻ്റെ ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെടുത്തണ്ട. തീരെ മരുന്ന് മേടിക്കേണ്ടെന്നല്ലട്ടെ ഞാൻ ഈ പറയുന്നത്, മരുന്നൊക്കെ വാങ്ങണം. പക്ഷേ ഒരുപാട് ഗുളികകൾ ഇങ്ങനെ കുത്തിക്കയറ്റുന്നതിന് മുമ്പ് അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് അരിയാര് തങ്ങളുടെ ഈ പാടമൊന്ന് കൃത്യമാക്കി നോക്കിക്കൂടെ? അതെങ്ങനെ? ഖുർആൻ ശിഫയാണെന്ന് ഖുർആനിലുണ്ടല്ലോ. അപ്പോൾ ഖുർആൻ നന്നായി ഓതുക. ഇടയ്ക്കിടയ്ക്ക് ഒരു 5 തവണ ഡെയിലി നമ്മൾ കൊടുക്കുന്ന സമയത്ത് നന്നായി ബ്രഷ് ചെയ്യുക. കഫക്കെട്ടിൽ നിന്ന് കാവലുണ്ടാകുമെന്ന് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. എട്ടാമത്തേത് വമൻ അറാദൽ ബഖ. ആരെങ്കിലും കാലാകാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്നിട്ട് പറയുന്നുണ്ട് വലൽ ബഖ, അങ്ങനെ കാലാകാലം ജീവിക്കാനൊന്നും പറ്റൂലേ എന്ന് പറഞ്ഞാൽ ദീർഘായുസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയുബാക്കിർ ബിൽ ഗദാ. നിങ്ങൾ വളരെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഒരുപാട് വൈകരുത് കേട്ടോ. നമ്മൾ എത്ര മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ? 10-10:30 ആവും. വേഗം തട്ടിപ്പോകാൻ നല്ലതാണ്. ചില കാരണങ്ങളെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോൾ രോഗിയാക്കും, അത് മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ രോഗിയാക്കും. അപ്പോൾ അള്ളാഹ് നമുക്കിങ്ങനെ വഴി തുറന്നിട്ട് തന്നിട്ടുണ്ടല്ലോ, ഇതിനുള്ള സ്വാതന്ത്ര്യം അള്ളാഹ് തുറന്നിട്ട് തന്നിട്ടുണ്ട്. നമ്മളിനിപ്പോൾ അള്ളാഹ് അള്ളാഹിയ സമയത്ത് തന്നെ മരിക്കുള്ളൂ. അപ്പോൾ അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടാവും ഇന്നാലിന്നെ ചെയ്താൽ ആരോഗ്യം ഉണ്ടാവും, ഇല്ലെങ്കിൽ ആരോഗ്യമില്ലാതെ കിടപ്പിലാവും. അപ്പം അങ്ങനെ വേണ്ടല്ലോ, നമുക്ക് ആഫിയത്തോടെ ജീവിക്കണ്ടേ. അപ്പോൾ ഏറ്റവും നല്ലതൊരു 7-8 മണിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് തീർത്തേക്കാം. മനസ്സിലായോ? ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും നേരത്തെ കഴിക്കണം. നിങ്ങളൊക്കെ നേരത്തെയാണ് കഴിക്കുന്നത്? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി 9ാമത്തേത്, ഒരിക്കലും അത്താഴം ഒഴിവാക്കരുത്. രാത്രിയിലെ ഫുഡ്, ഈ ഡയറ്റിൻ്റെയൊക്കെ പേരിൽ രാത്രിയിലെ ഫുഡ് ഒഴിവാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചെയ്യാൻ പാടില്ല കേട്ടോ. രാത്രിയിലെ ഫുഡ് ഒരല്പമെങ്കിലും കഴിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്. രാത്രിയിലെ ഭക്ഷണം നിരന്തരം ഒഴിവാക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് വയസ്സാകും. നിങ്ങൾക്ക് ശരീരമൊക്കെ ഇങ്ങനെ ചുക്കിച്ചുളിയും, ആകെ ക്ഷീണിക്കും, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നരബാധിക്കും. രാത്രി ഫുഡ് ഒരിക്കലും ഒഴിവാക്കരുത്. എന്തെങ്കിലും ഒരല്പമെങ്കിലും കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അല്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. സൂക്ഷ്മത പാലിക്കണം. അവസാനമായി 10ാമത്തേത് സെക്ഷൽ കോണ്ടാക്റ്റാണ്. സെക്ഷൽ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ് അല്ലേ? അത് നമ്മൾ തെറ്റിലേക്ക് പോകാതിരിക്കാനും കൂടെ വേണ്ടിയാണ്, സമാധാനം കിട്ടാനൊക്കെ വേണ്ടിയാണ്. അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഈ കോണ്ടാക്റ്റ് കൃത്യമായാൽ മനസ്സിന് സമാധാനം, സ്ട്രെസ്സിൽ നിന്ന്, ഡിപ്രഷനിൽ നിന്ന് പോലും റിലീഫ് ഉണ്ടാകും. എന്തിനേറെ മെൻസസിന് മുമ്പുള്ള പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. മെൻസസ് വരുന്നതിന് മുമ്പ് പലർക്കും PMS, മുമ്പേ വേദനയും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ ഈ സംഗതിയിൽ നിന്ന് പോലും അവർക്ക് രക്ഷയാണെന്നാണ്. മനസ്സിന് സമാധാനം കിട്ടും. പക്ഷേ ഡെയിലി സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടായാൽ ജീവിതത്തെ താളം തെറ്റിക്കും. ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, താല്പര്യക്കുറവ്, ഇണയോട് താല്പര്യക്കുറവുണ്ടാകും. അപ്പം ഡെയിലി ഉണ്ടാകരുത്, ഇടയ്ക്കിടെ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അത് ജീവിതത്തിൻ്റെ സന്തോഷം ഊട്ടിയുറപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ 10 കാര്യങ്ങൾ നിങ്ങളൊന്ന് മനോഹരാക്കി നോക്കിയേ, ലൈഫിൽ ആരോഗ്യം ഉണ്ടാവും, നല്ല ഗ്ലാമറും ആകും. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഇന്നലെ നമ്മൾ ചോദിച്ചില്ല അല്ലേ, മിനിയാന്ന് 2 തവണ ഒരു സൂറത്തിൽ
സജദയുടെ സുജൂദ് ചെയ്യേണ്ട ആ ഒരു സൂറത്ത് ഏതാണെന്നാണ്. അൽഹംദുലില്ലാഹ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അത് സൂറത്തുൽ ഹജ്ജ് ആണല്ലേ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം. ഒരു സ്വഹാബി അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമയാണ്, ഞാൻ റസൂലുള്ളാഹിൻ്റെ അടിമയാണ്, ഞാൻ നബിയുടെ അടിമയാണെന്ന് പ്രഖ്യാപിച്ച ആ സ്വഹാബിയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലാക്കണേ അല്ലാ. റമദാൻ കഴിഞ്ഞുപോയി ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അല്ലാ. അലിയാർ തങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ ഈമാനിന് ഉറപ്പ് നൽകണേ അല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ നന്നാക്കണേ അല്ലാ. ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ. ഞങ്ങളിൽ അസുഖബാധിതരുണ്ട്, പരിപൂർണ്ണ സൗഖ്യം നൽകണേ അല്ലാ. മക്കളെ നേർവഴിയിലാക്കണേ അല്ലാ. പരീക്ഷകൾ എഴുതുന്നവരുണ്ട്, ഉന്നത വിജയം നൽകണേ അല്ലാ. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. കടങ്ങൾ ഏറ്റെടുക്കണേ അല്ലാ. പടച്ചോനെ, റമദാൻ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ റമദാൻ ഞങ്ങൾക്ക് എതിരാകുന്നൊരവസ്ഥ തരല്ലേ അല്ല. റമദാനാൽ ശപിക്കപ്പെടുന്നവരിൽ പെടുത്തല്ലേ അല്ല. കരുണക്കടലായ റബ്ബേ, ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ കൊടുക്കണേ അല്ല. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ല. എന്തെല്ലാം മുറാദുകൾ മനസ്സിൽ വെച്ചിട്ടാണോ ഈ സദസ്സിലിരിക്കുന്നത്, ആ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ അല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ല. മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ല. ഈ നിമിഷം ഉസ്താദ് ഈ എൻ്റെ ദുആ വസിയത്തൊന്ന് വായിച്ച് ദുആ ചെയ്തിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. പലതും ഞാൻ കണ്ടില്ലെങ്കിലും നീ കാണുന്നവനാണല്ലോ അല്ല. ഈ സമയത്ത് ഈ മജ്ലിസ് കാണുന്ന ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുറാദുകൾ അറിയുന്ന റബ്ബേ, അതെന്താണെങ്കിലും ഹലാലായതാണെങ്കിൽ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല. പടച്ചവനെ, ഞങ്ങളെല്ലാവരെയും സ്വബാഹുൽ ഖൈർ കുടുംബത്തെ മുഴുവൻ മുത്തുനബിയോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.